ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട്? ഓണമൊക്കെ വരില്ലേ? നമുക്കപ്പോൾ ഓണത്തിന് ഉണ്ടാക്കണ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. എല്ലാവരും വരും, നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഈ തേങ്ങയും പച്ചമുളക്, ഇഞ്ചി, ഈ ബീട്രൂട്ടിൻ്റെ പീസും തൈരും കൂട്ടിയിട്ട് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇഞ്ചി, പച്ചമുളക്, ബീട്രൂട്ടിൻ്റെ കഷ്ണം. ഇതിങ്ങനെ കഷ്ണമായിട്ടുണ്ടെങ്കിൽ അരിയൂല. നിങ്ങളൊക്കെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറ് ഇങ്ങനെയാണോ? ഞാനിങ്ങനെ എളുപ്പപ്പണി ഇങ്ങനെ ചെയ്യല്. ബീട്രൂട്ട് മാത്രം ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ അരച്ചിട്ടിടാം. അപ്പം കളറും ഉണ്ടാവും, പെട്ടെന്ന് പണിയും കഴിയും. കറിവേപ്പില നമുക്ക് കടുക് താളിക്കുമ്പോൾ അതിലിടാൻ. ഓണമൊക്കെ വരാനായില്ലേ? ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ചേർക്കാട്ടോ നമുക്ക്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടോ ഈ മിക്സ്. ഈ ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പീസ് കിടക്കുന്നുണ്ട്. ചെറുതല്ല, വലുത് തന്നെയാണ്. അതൊന്നും കൂടെ ചതച്ചെടുക്കാം നമുക്ക്. അപ്പം നമുക്കിനി സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടാണ് ഒഴിക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കണ എളുപ്പരീതി കാണിക്കുക. നിങ്ങളൊക്കെ ഉണ്ടാക്കണത് തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കല്. അപ്പോൾ അത് പെട്ടെന്ന് കാണിക്കുക എന്നുള്ളൂ. പെട്ടെന്നാവും. ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കാവില്ല, കുറേ സമയം വെച്ച് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. കടുകും കരിവേപ്പിലയും താളിച്ചിട്ട് അതിൽ ഒഴിക്കാൻ എന്നിട്ട് മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായി ഗൈസ്, നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടോ. ഇപ്പോൾ കറിവേപ്പില നല്ല മൂത്തുനിന്ന് നമുക്ക് അരച്ച മിക്സ് ആയിട്ട് ആഡ് ചെയ്യാം. തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ജാറ് ഒന്ന് കഴുകിയിൽ ഒഴിച്ചിട്ടുണ്ടേ. ഇനി തിളയ്ക്കണ്ട, ഒന്ന് ആവി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ആവി വരുന്നുണ്ട് കേട്ടോ. ഓഫ് ചെയ്യണേ. ഗൈസ്, നമുക്കപ്പോൾ ഇത് സെർവ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. Okay, bye friends.